വെൽക്കം ബാക്ക്. എല്ലാവർക്കും മലയാളിമേക്കറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സിനാൻ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ Adcom എന്ന് പറയുന്ന കമ്പനിയുടെ 12x24x മാക്രോ ലെൻസിനെ പറ്റിയുള്ള ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഈ ഒരു അൺബോക്സിങ് വീഡിയോ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ലെൻസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഒരു മാസത്തോളമായി. അപ്പോൾ ആ ഒരു മാസം നമ്മൾ ഈ ലെൻസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ബഡ്ജറ്റ് മാക്രോ ലെൻസാണ്. അപ്പോൾ ഈ ഒരു മാക്രോ ലെൻസിൻ്റെ ആദ്യത്തെ പ്രത്യേകത ഇത് തന്നെയാണ്. അതായത് ചെറിയൊരു എമൗണ്ടാണ് ഈ ഒരു ലെൻസിന് വരുന്നുള്ളൂ. അപ്പോൾ അത് എത്ര എന്നുള്ളതൊക്കെ നമ്മൾ ലാസ്റ്റ് ഈ ഒരു വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലെൻസ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേറൊന്നും പറഞ്ഞ് വൈകിപ്പിക്കാനുള്ള നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ട്, ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ദെൻ വേറൊന്നും പറഞ്ഞ് വൈകിപ്പിക്കാനുള്ള നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ലെൻസ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ബോക്സിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ബോക്സ്, അതായത് ഈ ഒരു ബ്ലാക്ക് ബോക്സ് ഓപ്പൺ ആക്കിയപ്പോൾ നമുക്ക് ഇതുപോലെ 3 ബോക്സുകളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതായത് ഇത് നമ്മുടെ ആ ഒരു ബ്ലാക്ക് ബോക്സ്, പിന്നെ അതിനുള്ളിലായിട്ട് നമുക്ക് വന്നിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് ബോക്സാണ്. ആ ഒരു വൈറ്റ് ബോക്സിനുള്ളിലാണ് നമ്മുടെ ഈ ഒരു ലെൻസ് ഇരിക്കുന്ന ആ ഒരു പാക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു ലെൻസിൻ്റെ ആ ഒരു ബോക്സും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് പറഞ്ഞാൽ അവരുടെ ആ ഒരു പാക്കേജിങ് ക്വാളിറ്റി തന്നെയാണ്. കാരണം നമ്മുടെ ആ ഒരു ലെൻസിന് ഒരു ഡാമേജ് കാര്യങ്ങൾ വരാതെ തന്നെ അവർ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു അടിപൊളി പാക്കേജിങ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോക്സിലാണ് കേട്ടോ നമ്മുടെ ആ ലെൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെൻസ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ കുറച്ച് കാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു പാക്കേജിൽ കിട്ടിയില്ലാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വാറൻറ്റി രജിസ്ട്രേഷൻ റെക്കോർഡ് എന്നുള്ളൊരു കാർഡാണ്. അപ്പോൾ ഈ ഒരു കാർഡിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് രജിസ്ട്രേഷൻ യുവർ പ്രോഡക്റ്റ് വിത്തിൻ 10 days. അതായത് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് കിട്ടിയതിന് 10 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു കാർഡിൽ എങ്ങനെ അവർ പറയുന്ന ആ രീതിയിൽ തന്നെ നമ്മൾ കയറിയിട്ട് ആ ഒരു രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വാറൻറ്റി അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവരുടെ ഹാഷ് ടാഗും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവരെ നമുക്ക് ടാഗ് ചെയ്യാനും മറ്റൊക്കെ പറ്റും. ഇത് നമുക്കിതിൽ വന്നിട്ടുള്ള Adcomൻ്റെ മറ്റൊരു കാർഡാണ് കേട്ടോ. താങ്ക് യു, അതുപോലെ തന്നെ ഗെറ്റ് 10% ഓഫർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുഴുവൻ ഡീറ്റെയിൽസ് അവരിതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 10% ഓഫർ കിട്ടുന്നൊരു കാർഡാണിത്. അപ്പോൾ ഒരു ഓഫർ കാർഡ് എന്നൊക്കെ പറയാം. പിന്നീട് നമുക്ക് ഈ ഒരു ബോക്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ Adcomൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഐഫോണും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോലെ തന്നെയുള്ള കുറച്ച് Adcomൻ്റെ സ്റ്റിക്കേഴ്സാണ് നമുക്കിതിൽ വേറെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് വേണ്ട രീതിയിൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഒട്ടിച്ച് യൂസ് ചെയ്യാൻ കഴിയും. ദെൻ ഓക്കെ, ഫൈനലി നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ ആ ഒരു ലെൻസ് നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ലെൻസ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാണ്ട്. അപ്പോൾ ഈ ഒരു ലെൻസ് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. അതായത് അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു കേസ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിൽ വന്നുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഞാൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ബോക്സിൽ ആദ്യം തന്നെ നമുക്ക് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ക്ലോത്താണ്. അതായത് മൈക്രോ ഫൈബർ ക്ലോത്ത് എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ആ ലെൻസിലെ പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് തുടച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്രോ ഫൈബർ ക്ലോത്താണ് ആദ്യം തന്നെ നമുക്ക് വരുന്നത്. ദെൻ ഇതുപോലെ നമുക്ക് അടുത്തായിട്ട് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലെൻസിൻ്റെ ഒരു ക്യാപ്പാണ്. ലെൻസിന് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഫൈനലി നമുക്ക് ഇനി വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലെൻസാണ്. അപ്പോൾ നമുക്ക് വേറെന്ന് പറഞ്ഞ് വൈകിപ്പിക്കുള്ള നമുക്ക് ആ ഒരു ലെൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ലെൻസ് നമ്മുടെ കയ്യിലെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ക്ലിപ്പ് ലെൻസ് എന്ന് പറയുന്നത്. അതായത് 12x24x മാക്രോ ലെൻസ് എന്ന് പറയുന്ന ആ ഒരു ലെൻസ് ഇതാണ്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് നമ്മുടെ ആ ഒരു മൊബൈലിൻ്റെ ക്യാമറയ്ക്ക് മുമ്പിലായിട്ട് ഇതുപോലെ ക്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേറൊരു സംഭവം വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലൊരു കാർഡ്ബോർഡ് പീസാണ്. കാരണം നമ്മുടെ ആ ലെൻസിന് ഡാമേജും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ ആ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് മുട്ടി നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും പെട്ടെന്ന് പൊട്ടി പോകുന്നൊരു മെറ്റീരിയൽ നല്ല അവർ കൊടുത്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് അവർ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്ക് ഈ ഒരു ലെൻസിൽ വരുന്നത് പറഞ്ഞാൽ 3 പോർഷൻസ് ആയിട്ടാണ്. അതായത് ഒന്നാമത്തെ പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്ലിപ്പ്
ക്ലിപ്പാണ്. പിന്നെ നമുക്ക് രണ്ടാമതായി വരുന്നത് പറഞ്ഞാൽ 12x മാക്രോ ലെൻസാണ്. ദെൻ മൂന്നാമതായിട്ട് നമുക്ക് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 24x മാക്രോ ലെൻസാണ്. അപ്പോൾ ഈ ഒരു 3 പോർഷൻസാണ് നമുക്ക് ഈ ഒരു ലെൻസിൽ പ്രധാനമായിട്ടും വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു 24x മാക്രോ ലെൻസിന് മുകളിലായിട്ട് നമുക്ക് ഇതുപോലൊരു ക്യാപ്പും കൊടുത്തിട്ടുണ്ട്. ക്യാപ്പ് മീൻസ് ഒരു ഡിഫ്യൂസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു ഡിഫ്യൂസറായിട്ടും യൂസ് ചെയ്യാൻ കഴിയും. നമ്മൾ ഈ ലെൻസിൻ്റെ മുകൾ ഭാഗത്ത് പിടിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഊരിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു 24x മാക്രോ ലെൻസ് ഇതുപോലെ നമുക്ക് ആ ഒരു ലെൻസിൽ നിന്നും എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇൻസെക്റ്റിൻ്റെ ഫോട്ടോ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സംഭവത്തിൻ്റെ ഫോട്ടോ ആണെങ്കിലും അതിനടുത്തേക്ക് പോയിട്ട് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു 24x മാക്രോ ലെൻസ് കൊണ്ട് ഉപകാരമുള്ളൂ. അതല്ലാതെ നമ്മൾ കുറച്ച് പ്രാണികളുടെ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു 12x മാക്രോ ലെൻസ് യൂസ് ചെയ്യുക. കാരണം നമുക്ക് ഇതാവുമ്പോൾ കുറച്ച് അകലെ നിന്നിട്ടാണെങ്കിലും നമ്മുടെ ആ ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ കഴിയും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു 12x മാക്രോ ലെൻസിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അതായത് ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ആ ലെൻസ് ഇതുപോലെ നമ്മുടെ ആ ക്ലിപ്പിൽ നിന്നും ജസ്റ്റ് ഒന്ന് അയച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു 12x മാക്രോ ലെൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആ ഒരു ലെൻസിൻ്റെ ക്ലിപ്പായിട്ടാണ് വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ വേറൊന്നും പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ലെൻസിൻ്റെ പെർഫോമൻസ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലെൻസ് എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുമ്പേ ഈ ഒരു ലെൻസ് എങ്ങനെയാണ് ഇതിൽ ക്ലിപ്പ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ആ ഒരു മൊബൈൽ ഫോണിൻ്റെ മെയിൻ ക്യാമറ ഏതാണെന്ന് നോക്കിയിട്ട് അതിന് മുകളിൽ ഇതുപോലെ കറക്റ്റായിട്ട് അതായത് ആ ഒരു ലെൻസിന് സെൻട്രലായിട്ട് നമ്മുടെ ആ ഒരു മെയിൻ ക്യാമറ വരുന്ന രീതിയിൽ ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ലെൻസ് ക്ലിപ്പ് ചെയ്യുന്ന ഒരു പരിപാടി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മെയിൻ ക്യാമറയുടെ മുകളിലായിട്ടാണ് നമ്മുടെ ആ ഒരു ലെൻസ് വെക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ഫോണിലൊക്കെ ഒരുപാട് ക്യാമറകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ക്യാമറ ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിന് മുകളിൽ കറക്റ്റായിട്ട് നമ്മുടെ ആ ലെൻസ് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് ഈ ഒരു രണ്ട് ലെൻസിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ 24x മാക്രോ ലെൻസ് വെച്ച് ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു 24 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ടാവും. അതായത് നമ്മൾ മാക്സിമം അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫോക്കസായി കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ മാക്സിമം അടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഇൻസെക്റ്റ് അഥവാ നമ്മൾ ഫോട്ടോ എടുക്കാൻ കരുതിയുള്ള ആ ഒരു സംഭവം പറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു 24x മാക്രോ ലെൻസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫ്ലവേഴ്സിൻ്റെയും മറ്റൊക്കെ ഇളകാത്ത സംഭവങ്ങളുടെ ഫോട്ടോസ് എടുക്കാൻ കഴിയും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു 24x മാക്രോ ലെൻസിൽ നിന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് എന്താണ് ആ ലെൻസ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഊരിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ആ ലെൻസ് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അവിടെ തന്നെ ക്ലിപ്പ് ചെയ്യാനും കഴിയും. അപ്പോൾ നമ്മുടെ ഈ ഒരു 24x മാക്രോ ലെൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പിക്ചേഴ്സും അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ കഴിയുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഇളകാത്ത സംഭവങ്ങളുടെയൊക്കെ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഔട്ട്ലുക്ക് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മുടെ ആ ഒരു 12x മാക്രോ ലെൻസിൻ്റെ ടൈമാണ്. അതായത് നമ്മുടെ ആ ഒരു ലെൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ കഴിയുന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഔട്ട്ലുക്ക് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടുന്നത്. അതായത് കറക്റ്റായിട്ട് നല്ല ഷാർപ്പിംഗ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ കഴിയുന്നുണ്ട്. എഡ്ജസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫോക്കസായി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ കാര്യങ്ങളോടൊക്കെ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് അത് ഇൻസെക്റ്റ് ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വിട്ടിട്ടാണെങ്കിലും നല്ലൊരു അടിപൊളി ഔട്ട്ലുക്ക് തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ ഈ ഒരു ലെൻസ് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വിഷ്വൽസും അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കും. ഇപ്പോൾ ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ലെൻസിനെ പറ്റിയുള്ള ആ ഒരു എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിന് കിട്ടുന്നതിൽ വെച്ചത് ഏറ്റവും നല്ലൊരു ലെൻസ് തന്നെയാണ് ആഡ്കോമിൻ്റെ ഈ ഒരു 12x24x മാക്രോ ലെൻസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ട ഒരു ലെൻസ് തന്നെയാണ് നമ്മുടെ ഈ ഒരു 12x മാക്രോ ലെൻസ്.
ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ മുഴുവനായിട്ട് ഇരുന്ന് കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിട്ടോ. അപ്പോൾ ഈ ഒരു ലെൻസിന് ഇപ്പോൾ വരുന്ന ഏകദേശം റേറ്റ് എന്ന് പറയുന്നത് 1199 രൂപയാണ് നിലവിൽ ഇപ്പോൾ ആമസോണിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും വേറൊന്നും വന്ന വൈകിപ്പിക്കില്ല. ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ.